ധന്യ, ഈ ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ദോഹയിൽ ആക്രമണം നടത്തി. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്നൊക്കെയാണ് ഖത്തർ വെല്ലുവിളി വിളിച്ചത്. പക്ഷേ പിന്നീട് അവർക്ക് മയപ്പെടുന്ന രീതിയിൽ സാഹചര്യം വന്നു. പിന്നെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം വിളിച്ചുകൂട്ടി എല്ലാവരും കൂടി ചേർന്ന് അടി കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ ആ സമ്മേളനവും ഖത്തർ പിൻവലിക്കുകയാണ്. രസകരമായ സംഗതി എന്തെന്നാൽ ഇപ്പോൾ ഖത്തർ ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ ഖത്തറിന് പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവർ എണ്ണയൊക്കെ വിൽപ്പന നടത്തി വലിയ രീതിയിൽ പണം സമ്പാദിച്ച് വലിയ യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓടിക്കാൻ പര്യാപ്തരായ പൈലറ്റുമാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേനയോ ഖത്തറിന് ഇല്ല എന്നുള്ളതാണ് രസകരമായ സംഗതി. അപ്പോൾ ഇപ്പോൾ ഖത്തർ ഇസ്രായേലിനെ ഭയന്ന് ഓടി ഒളിക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. നെതന്യാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും. അതായത് അമേരിക്കയോടാണ് ഇത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ ഒരു കാര്യം നെതന്യാഹു പറഞ്ഞത്. കാരണം ഭീകരവാദത്തെ വളർത്താനും അവർക്ക് അഭയം കൊടുക്കാനും ഇനി ഞങ്ങൾ അനുവദിക്കില്ല. കുറേ നാളായി ഞങ്ങളിത് സഹിക്കുന്നു, ഇനി മതി, ഇനി മധ്യസ്ഥതയും മറ്റ് ചർച്ചകളും ഒക്കെ മതി, ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം, കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കൂ, ഇല്ലെങ്കിൽ വേണ്ട. പലസ്തീൻ എന്ന് പറയുന്ന ഒരു സാധനം ഇനി ഉണ്ടാവില്ല, അതിനുവേണ്ടി കിടന്ന് ആരും മുറവിളി കൂട്ടണ്ട. അതുപോലെ തന്നെ ഞങ്ങളുടെ ജനങ്ങളെ തൊട്ടവരെ ഞങ്ങൾ വെറുതെ വിടത്തുമില്ല. ഇത് കൃത്യമായി നെതന്യാഹു പറഞ്ഞിട്ടുമുണ്ട്, പറയുന്നുമുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഈ ഇസ്രായേലിനെതിരെ നരേന്ദ്രമോദി നിൽക്കരുത്, ഇസ്രായേലിനൊപ്പം നിൽക്കരുത് എന്നൊക്കെ ഒരു കേരളത്തിൽ വലിയ കൂക്കുവിളികൾ ബഹളങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒരു ദിവസം ഇസ്രായേൽ 1.5 ലക്ഷം പേർക്കാണ് ജോലി കൊടുക്കുന്നത്. ഇസ്രായേലിൽ ഒരു ദിവസം ജോലിക്കെടുക്കുന്ന ആളുകളുടെ എണ്ണമാണ്. ഇത് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് കഴിയുമോ? ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോഴും അവരുടെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ടാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഏകദേശം 250ഓളം ബന്ദികളെയാണ് ഹമാസ് തടവറയിലാക്കിയത്. അതിൽ പകുതി പേരും മരിച്ചു. ചിലരുടെയൊക്കെ മൃതദേഹങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള 50-ലേറെ പേര് ഇപ്പോഴും എവിടെയാണെന്നറിയില്ല. അത്രമാത്രം ക്രൂരത. അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കറി വെച്ച് വേവിച്ച് ആളുകൾക്ക്, ബന്ദികളാക്കിയവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന ക്രൂര മനസ്സുള്ള ഹമാസിനെ അനുകൂലിക്കുന്നവരെ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന്, ഇപ്പോൾ സൗദിയും UAEയും ബഹ്റൈനും കുവൈറ്റും ഒക്കെ കൂടെ കടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇസ്ലാമിക ഉച്ചകോടി വേണം, ഖത്തറിനെ അടിച്ചാൽ നെതന്യാഹു പിന്നെ ജീവനോടെ ഉണ്ടാകില്ല, നിയമ നടപടിക്ക് നേരിടേണ്ടി വരും നെതന്യാഹുവിനെ ഞങ്ങൾ ജയിലിൽ അടയ്ക്കും. ഇതൊക്കെയാണ് ഖത്തറിൻ്റെയും അറബ് രാജ്യങ്ങളുടെയും ഭീഷണി. അപ്പോൾ ഈ സൗദി, UAE, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറിന് 7 വർഷത്തെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കാരണം ഖത്തർ ഭീകരവാദികൾക്ക് അഭയം കൊടുക്കുന്നു എന്നുള്ളതാണ്. സൗദി, UAE, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്താനായി അന്ന് പറഞ്ഞ കാര്യങ്ങൾ. ആ ഖത്തറിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവരൊക്കെ വാ തുറക്കുകയും കിടന്ന് മോങ്ങുകയും ചെയ്യുന്നത്. അന്ന് ഖത്തർ ഭീകരവാദികളെ വാഴിക്കുന്നു, ഭീകരവാദികൾക്ക് അഭയം കൊടുക്കുന്നു, ഭീകരവാദികൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 7 വർഷം വരെ ഈ അറബ് രാജ്യങ്ങൾ ഖത്തറിനെ ഉപരോധിച്ച് നിർത്തിയിരുന്നത്. മറ്റൊന്ന്, സൗദി യമനിൽ ബോംബിട്ടു. 94,000 പേരാണെന്ന് ഭീകരവാദികളും ജനങ്ങളും ഒക്കെ ആയിട്ടുള്ളവർ മരിച്ചത്. അന്ന് ഈ അറബ് രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. സൗദി ഇത് കാണിച്ചപ്പോൾ അവർക്കൊരു പ്രശ്നവുമില്ല. മറ്റൊന്ന്, സൗദി യമൻ്റെ അതിർത്തിയിൽ പോയി യുദ്ധം ചെയ്ത് 3,77,000 ആളുകളെയാണ് അന്ന് കൊലപ്പെടുത്തിയത്. അന്നും ഇവിടെ കരച്ചിലുമില്ല, വർത്താനമില്ല. അന്ന് ഈ വാവിട്ട് നിലവിളിക്കുന്നവർ മാങ്ങ പറിക്കാനായി പോയിരുന്നു. അന്ന് ഇവരാരും ഇവിടെ ഇല്ലായിരുന്നു. ഇനി 10ഓളം മിസൈലുകൾ ഖത്തറിലേക്ക് ഇറാൻ അയച്ചു ജൂൺ 23-ാം തീയതി. അന്ന് ഖത്തറിൻ്റെ പരമാധികാരം നഷ്ടപ്പെട്ടില്ല. ഇറാൻ ഖത്തറിലേക്ക് മിസൈൽ അയച്ചപ്പോഴത്തേക്ക് ഖത്തറിൻ്റെ പരമാധികാരം നഷ്ടപ്പെട്ടില്ല. ഹമാസിൻ്റെ നേതാക്കളെ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ച് ആഡംബര ജീവിതം നയിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊടുത്ത് അവന്മാരെ തിന്ന് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഖത്തറിന് ഇന്ന് ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ അവർക്ക് അവരുടെ പരമാധികാരത്തെ നഷ്ടപ്പെടുത്തിയ രാജ്യമായി മാറി എന്നുള്ളതാണ്. മറ്റൊന്ന്, അർമേനിയ അസർബൈജാൻ ആക്രമിച്ച് ഒരു പ്രദേശം മുഴുവൻ കീഴടക്കി. അർമേനിയ അസർബൈജാനെ ആക്രമിച്ച് അവൻ്റെ ഒരു പ്രദേശം മുഴുവൻ. അന്ന് ഇവരാരും വാ തുറന്നില്ല. അന്ന് കേരളത്തിലടക്കം ഈ പറയുന്ന MA ബേബി അടക്കം അന്ന് വാ തുറക്കുന്ന സൗണ്ട് കേട്ടില്ല. കാരണം അത് വോട്ട് ബാങ്ക് അല്ലേ. വാ തുറന്നാൽ ജൂതന്മാരുടെ വോട്ടില്ലല്ലോ, അതുകൊണ്ട് എന്തും പറയാമല്ലോ. ജൂതന്മാർക്ക് വോട്ടില്ലാത്തത് കൊണ്ട് എന്തും പറയാം. അവർ വോട്ടിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ മിണ്ടാതിരുന്നനെ. അതിനുശേഷം 40,000 കുറുതുകളാണ് തുർക്കിയുടെ കൈകളാൽ കൊല്ലപ്പെട്ടത്.
അതിനും മിണ്ടാട്ടയില്ല. കാരണം തുർക്കി മുസ്ലിം രാഷ്ട്രമാണ്, അതുകൊണ്ട് മിണ്ടാട്ടയില്ല. 200 ബലൂജികളാണ് പാകിസ്ഥാന്റെ കയ്യാൽ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനും ഒരു മുസ്ലിം രാഷ്ട്രമാണ്, അതിനും മിണ്ടാട്ടയില്ല. ഈ സൗദി യമനിൽ കയറി അടിക്കുന്നു, ഖത്തറിനെ ഇറാൻ അടിക്കുന്നു, അർമേനിയ അസർബൈജാൻ അടിക്കുന്നു, ബലൂജികളെ പാകിസ്ഥാനികൾ കൊല്ലുന്നു, പിന്നെ തുർക്കികൾ കുർദിനുകളെ മുഴുവൻ അവർ തീർക്കുന്നു. ഇതിലൊന്നും പരാതിയില്ല. ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി അവർ പിന്നെ ഈ യുദ്ധം ചെയ്യുമ്പോൾ എന്തിനെ റഷ്യ പോലും ഏകപക്ഷീയമായി ഉക്രൈനിൽ കയറി അടിച്ച് ഉക്രൈനിലെ ജനങ്ങളെ മുഴുവൻ പിന്നെ സമാധാനമില്ലാത്ത പാതയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇവിടെ ആർക്കും മിണ്ടാട്ടമില്ല, ഇവിടെ ആരും വാ തുറക്കുന്നില്ല. പക്ഷേ ജൂതന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ അവർ പറയുന്നത് ഇസ്രായേലിനെതിരെ ഞങ്ങളുടെ പരമാധികാരത്തെ ഇസ്രായേൽ ചോദ്യം ചെയ്തു, ഞങ്ങളുടെ വിശ്വാസ്യതയെ ഇസ്രായേൽ തകർത്തു, ഞങ്ങളുടെ മാന്യതയെ തകർത്തു, ഞങ്ങളുടെ ജനങ്ങൾക്ക് സുരക്ഷിതമില്ല, ഞങ്ങൾ ഇസ്ലാമിക ഉച്ചകോടി വിളിക്കാൻ പോകുന്നെന്ന് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞു. പിന്നെ ഇസ്രായേലിൻ്റെ നിലപാട് കണ്ട് ഭയന്ന് അത് മാറ്റിവെച്ചു. ഇപ്പോൾ അറബികളെല്ലാം കൂടി, അതായത് അറബിക്കൂട്ടങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നിൽക്കുന്നു. അതായത് ഒരു പ്രശ്നം വന്നപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചും പിന്നെ കലഹിച്ചും ഒക്കെ നിൽക്കുന്നവർ ഒരു രാജ്യത്തിനൊരു പ്രശ്നം വന്നപ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ ട്രംപ് പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ട്രംപും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. അപ്പോൾ എന്തായിരിക്കും ഇതിൽ ഇനി ഒരു അന്യനയത്തിനുള്ളതാണോ, അല്ലെങ്കിൽ ഹമാസ് നേതാക്കളെ നിങ്ങൾ അവിടെ വച്ച് പൊറപ്പിക്കരുതെന്ന് പറയാനാണോ, അല്ലെങ്കിൽ ഇനി തീവ്രവാദത്തെ വളർത്തുന്നവരെ ആരെയും നിങ്ങൾ ഖത്തറിൽ വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഖത്തർ പ്രധാനമന്ത്രി അനുസരിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം ട്രംപ് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ പലസ്തീനൊപ്പമാണ് നിൽക്കുന്നത്. ലോകം മുഴുവൻ പറയുന്നു ഞങ്ങൾ പലസ്തീൻ ഒരു രാഷ്ട്രമാകണം, പലസ്തീന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. UN അടക്കം ഇപ്പോൾ പലസ്തീന് വേണ്ടിയാണ് വാദിക്കുന്നത്. അപ്പോഴും ട്രംപ് പറയുന്നു എനിക്ക് ഇസ്രായേലിനെ കൈവിടാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ കാരണമാണ് അമേരിക്ക ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുന്നത്. കാരണം യുദ്ധം നടന്നാലേ ആയുധങ്ങൾ വിൽക്കാൻ കഴിയൂ. ആ ആയുധം വിൽക്കുന്നതിലൂടെയാണ് അമേരിക്കയ്ക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ അമേരിക്ക ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല. അമേരിക്ക യുദ്ധം ഇങ്ങനെ കൊണ്ടുപോകണം, അതിനാണ് ഈ മധ്യസ്ഥത വയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 2012 മുതൽ ഈ ഭീകരർ ഖത്തറിൽ താമസമാക്കുന്നുണ്ട്. ഈ പിന്നെ ഈ 2022 ഒക്ടോബർ 7-ന് പിന്നെ ഇസ്രായേലിലെ ഒരു പിന്നെ പരിപാടിയിൽ നടന്ന ഒരു പരിപാടിയിൽ 1200ഓളം പേരെ തീർത്ത ഹമാസിനെ സംരക്ഷിക്കുന്ന നടപടി ഖത്തർ തുടങ്ങിയിട്ട് 2012 മുതലാണ്. ഇവരാരും സമാധാനത്തിൻ്റെ സംഘടനകളല്ല, ഇവരൊക്കെ ഭീകരവാദ സംഘടനകളാണ്. പാകിസ്ഥാനെ ഇന്ത്യ എങ്ങനെയാണോ എതിർക്കുന്നത്, എങ്ങനെയാണോ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്, ആ ഭീകരതയെ എങ്ങനെയാണോ അടിച്ചമർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇസ്രായേലും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലിനി ഒരു പിന്മാറ്റവും എന്ന് ഇസ്രായേൽ പറയുമ്പോൾ, മാത്രമല്ല പലസ്തീനിന് വേണ്ട എന്ന ഉറച്ച തീരുമാനം കൂടി ഇസ്രായേൽ എടുക്കുമ്പോൾ, ഖത്തറിനും ട്രംപിനും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കൊക്കെ നോക്കി നിൽക്കാനേ കഴിയൂ. ഇസ്ലാമിക രാജ്യത്തിന് ഒന്നും ചെയ്യാൻ, ഒരു ചെറുവിരൽ അനക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.